ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 6. വലിയ പ്രതീക്ഷകൾ. അവൾ യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 38-ാം വാക്യം. ക്രിസ്മസിനു മുമ്പുള്ള തിരക്കേറിയ ഒരു ദിവസം എൻ്റെ അയൽപ്പക്കത്തെ തിരക്കേറിയ പോസ്റ്റ് ഓഫീസിലെ മെയിൽ കൗണ്ടറിലേക്ക് ഒരു പ്രായമായ സ്ത്രീ എത്തി. അവളുടെ മെല്ലെയുള്ള നടപ്പ് കണ്ട് ക്ഷമയോടെ തപാൽ ഗുമസ്തൻ അവളെ അഭിവാദ്യം ചെയ്തു. ഹലോ ചെറുപ്പക്കാരി. അവന്റെ വാക്കുകൾ സൗഹാർദ്ദപരമായിരുന്നു. എന്നാൽ ഇളയതാണ് നല്ലത് എന്ന് ചിലർ പറയുന്നത് കേട്ടേക്കാം. വാർദ്ധക്യം നമ്മുടെ പ്രത്യാശയെ പ്രചോദിപ്പിക്കുമെന്ന് കാണാം. ശിശുവായ യേശുവിനെ പ്രതിഷ്ഠിക്കുവാനായി യോസേഫും മറിയയും ചേർന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വൃദ്ധരായ 2 വിശ്വാസികൾ പെട്ടെന്ന് മധ്യത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒന്നാമതായി, മശിഹായെ കാണാൻ വർഷങ്ങളോളം കാത്തിരുന്ന ശിമയോൻ യേശുവിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്കു വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ശിമയോൻ മറിയയോടും യോസെഫിനോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ വയസ്സ് ചെന്ന് പ്രവാചകിയായ ഹന്ന വന്നു. 7 വർഷം മാത്രം വിവാഹജീവിതം നയിച്ച ശേഷം വിധവയായവൾ 84 വയസ്സുവരെ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. യേശുവിനെ കണ്ടപ്പോൾ അവൾ ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഈ പ്രത്യാശയുള്ള 2 ദാസീദാസന്മാർ വലിയ പ്രതീക്ഷകളോടെ ദൈവത്തിനായി കാത്തിരിക്കുന്നത് നമ്മുടെ പ്രായം കണക്കിലെടുക്കാതെ ഒരിക്കലും അവസാനിപ്പിക്കരുതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിന്തിക്കുക, ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് പ്രായമായ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠങ്ങളാണ് പഠിച്ചത്? അവരുടെ പ്രതീക്ഷ നിങ്ങളെ എങ്ങനെ പ്രചോദിപ്പിക്കും? ദൈവത്തിന് മഹത്വം.